അപ്പോൾ തംബ്നെയിൽ കണ്ടപോലെ തന്നെ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം വേറെ എന്താണെന്ന് അറിയില്ല. ഓർക്ക് ശരിയാവാത്തതുകൊണ്ടാണോ അതിനിപ്പോൾ റൂം മാറിയിട്ടാണോ നേരത്തെ കിടക്കുന്നത് കൊണ്ടാണോ ഒന്നും അറിയില്ല. ഞാൻ പതിവിൽ നേരത്തെ ഓർക്കും ഫുൾ തെളിഞ്ഞ് എണീക്കുന്നുണ്ട്. അങ്ങനെ രാവിലത്തെ പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളൊരു കുളിയും പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് ഇതെങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കുമെന്നാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. ബിക്കോസ് ഒന്നും തന്നെ ചെയ്യാനില്ല, പക്ഷേ കുറച്ച് പണിയുണ്ട്. രാവിലെ നേരത്തെ എണീറ്റുള്ളൊരു പ്രശ്നമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കും. അതിനോട് കുളിയും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഇരട്ടി വിശപ്പ്. അതുകൊണ്ട് തന്നെ നേരെ ഒരു കാപ്പി ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തലേദിവസം രാവിലത്തേക്കുള്ള ഫുഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എന്തോ ഭാഗ്യത്തിന്. അപ്പോൾ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം നോക്കിയിരുന്നതിൽ ഒരു സാധനം ഇവിടെ എത്തിയിരിക്കുകയാണ്. കണ്ടപ്പോൾ മനസ്സിലാക്കാണുള്ളൂ, ബെഡ്ഷീറ്റാണ്. ഞാൻ പൊട്ടിച്ച് നോക്കി. അപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കണം, ഞാൻ ഇത് വിരിച്ചിട്ടൊക്കെ കാണിച്ചു തരാം. കാരണം റൂമൊക്കെ ഒന്ന് സെറ്റ് ആക്കണം എന്നൊക്കെ എൻ്റെ ഉള്ളിനുള്ളിൽ ആഗ്രഹമുണ്ട്. അപ്പം ബഡ്ജറ്റൊക്കെ നോക്കി ഞാൻ കുറച്ച് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഒരെണ്ണം വന്നു, ബാക്കി അത് ഒരാഴ്ച എടുക്കുമായിരിക്കും. എല്ലാം സെറ്റാക്കിയിട്ടൊക്കെ നമുക്ക് കാണാം. അതൊരു മേക്ക് ഓവർ വീഡിയോ ഒക്കെ ആയിരുന്നു എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം. എൻ്റെ മടി ഇങ്ങനെ ഒതിച്ച് നിൽക്കുന്നത് കൊണ്ട് എന്തൊക്കെ നടക്കുമെന്ന് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് 2 ദിവസം ആയിട്ടുള്ളൂ. ഞാൻ മാറിയിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. അപ്പോൾ പക്ഷെ പുതിയത് കിട്ടുമ്പോൾ ഇങ്ങനെ ഇരിക്കായിരിക്കും അല്ലേ, ഇരിക്കാം, എൻ്റെ അലക്കാം, നടു ഓടിക്കാം. എനിക്കിങ്ങനത്തെ ലൈറ്റ് കളേഴ്സ് ബെഡ്ഷീറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അത് വിരിച്ചപ്പോൾ എന്ത് ഭംഗിയായിരുന്നു ഒരു റൂം കാണാൻ വേണ്ടിയിട്ട്. ബെഡ്ഷീറ്റ് വിരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉള്ള ആരോഗ്യം കഴിഞ്ഞു. ഈ ഞാൻ എങ്ങനെ പണിക്കൂ? പക്ഷെ ഉണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്കാണതിൽ കിടക്കാൻ വേണ്ടി തോന്നുന്നില്ല. ഇതിങ്ങനെ വിരിച്ചിട്ടേക്കാനാണ് തോന്നുന്നത്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ എന്താ ഇതിലൊന്നും കമൻറ്റ് ചെയ്യല്ലേ, കാരണം എനിക്ക് യൂട്യൂബിൽ ലിങ്ക് അയക്കാൻ അറിയില്ല. ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഈ ബെഡ്ഷീറ്റിൻ്റെ ഒരു വീഡിയോ ഇടാം. അതിൽ പോയി ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓടിപ്പോയി നോക്കിക്കോട്ടോ, അടിപൊളി ബെഡ്ഷീറ്റ്. 300 രൂപയിൽ താഴെ വരുന്നുള്ളൂ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താൽ ഇതിപ്പോൾ എല്ലാവരെയും കാണും, ബിക്കോസ് ഇത് ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്ന ഒരു ബെഡ്ഷീറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനത്തെ ലൈറ്റ് കളേഴ്സൊക്കെ ഓർഡർ ചെയ്യുന്നവർ, കഴുകി വൃത്തിയാക്കാൻ പറ്റുന്നവരാണെങ്കിൽ മാത്രം ഓർഡർ ചെയ്യുക. എന്നെപ്പോലെ നടുവില്ലാത്തവരൊക്കെ ആണെന്നാണെങ്കിൽ, നടുവില്ലാത്തവർ ഇൻ ദ സെൻസ് നടുവിന് പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് വിരിച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ തലയിൽ ബോധം വന്നത്, ഇത് ഞാൻ ഇങ്ങനെ വൃത്തിയാക്കും. കാരണം ഇപ്പോൾ വിരിച്ചപ്പോൾ തന്നെ ഇത് ചെളിയായി. ഇനിയെങ്കിലും ഡാർക്ക് കളേഴ്സ് ഓർഡർ ചെയ്യണം, അല്ലെങ്കിൽ ശിഷ്ടകാലം സുഖപ്രദമായിട്ട് ജീവിക്കാം. ഈ ഒരു ബിൽഡിംഗ് പുതുതായതുകൊണ്ടാണ് ഇതിനകത്ത് കുറച്ച് പണിയും കൂടി മിച്ചമുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ നമുക്ക് കർട്ടൻ ഉണ്ടാകുന്നുള്ളത് കൊണ്ടുവന്നത്. ഞാനാണെങ്കിൽ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് കർട്ടൻസ് ഞാൻ ഓൾറെഡി വാങ്ങിച്ചു വെച്ചതുകൊണ്ട് തന്നെ എനിക്ക് അതുകൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് റൂം ഒന്ന് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ കുറേ ആയിട്ടോ അങ്ങനെയായിട്ട് ചോദിക്കുന്നു. കുറച്ചധികം വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ, ഈ ഫോണിലാണല്ലോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ലൈറ്റായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചയൊന്നും ആയിട്ടില്ലല്ലോ, ഉച്ചയാകുമ്പോൾ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. ഞാനിട്ട് വെറുതെ സമയം നോക്കി 3 മണി. എങ്ങനെ വിശക്കാതിരിക്കും? പക്ഷെ ചോറ് കഴിക്കാൻ തോന്നുന്നില്ല, എന്താണെന്നറിയത്തില്ല. അപ്പം എന്തിനു വേണ്ടി കീപ്പ് ചെയ്യും, ഇതുണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ പരിപാടി പെട്ടെന്ന് തീരും, ഇതിൽ പണിയൊന്നുമില്ല, മുട്ടയും ഇരിപ്പുണ്ട്. സോ നമുക്ക് ചിപ്പി ഉണ്ടാക്കാം. അങ്ങനെ മാഗിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിക്കായിരുന്നു ഇതൊട്ട് ഹെൽത്തി അല്ലെന്ന് എനിക്കറിയാം, എന്നാലും ഇതില്ലായിരുന്നു എന്നെപ്പോലുള്ള മടിച്ചുകൾ എന്ത് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റൂം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോരോ കുഞ്ഞു സാധനങ്ങളൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ കലാപരിപാടിയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയില്ലായിരിക്കും, പക്ഷെ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെറിയ ഭംഗിയൊക്കെ ഉണ്ട്. ഞാൻ അത് അവസാനം കാണിച്ചു. എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് റൂമിലേക്കൊന്ന് വന്ന് നോക്കിയതായിരുന്നു കേട്ടോ. എന്തൊരു ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരു ചെറിയ വെട്ടത്തിൻ്റെ ഷെയ്ഡും അതിൻ്റെ കൂടെ ആ റൂം കൂടി കണ്ടപ്പോഴത്തേക്കും മൈ ഗോഡ്, ഞാൻ സ്വപ്നം കണ്ട എൻ്റെ മുറി. പ്രൊഡക്റ്റീവ് ഡേ എന്ന് പറഞ്ഞിട്ടൊന്നും പ്രൊഡക്റ്റീവായിട്ട് തോന്നില്ലല്ലേ? അയ്യോ, എനിക്ക് ഈ വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല. ഞാനൊരു ഡാൻസ് വീഡിയോ എടുത്തു, എനിക്കൊരു ബെഡ്ഷീറ്റ് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. അങ്ങനെ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്തു. അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ച്, ഒരു ലേസി ഗേൾ ഏരിയയിൽ പോയിക്കൊണ്ടിരിക്കുന്ന എന്നെ സംബന്ധിച്ച് അതൊക്കെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് എനിക്ക് നേരത്തെക്കാളും വണ്ണം വെച്ചതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഡാൻസ് ഒന്നും എടുക്കാൻ അത്ര ഒരു കോൺഫിഡൻസ് ഇല്ല. സിംഗിളായിട്ട് തനിച്ചെടുക്കാൻ ലെനോട് ഞാൻ എടുക്കും, അല്ലാതെ തനിച്ചെടുക്കാൻ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. ബട്ട് ടുഡേ ഐ ഡിഡ് ഇറ്റ്. നോർമൽ ഡാൻസ് ആണ്, എനിക്കൊന്ന് സ്റ്റോറി ആയിരിക്കും, അല്ലേ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യും. അങ്ങനെ ഓരോന്നും ചെയ്ത് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോഴേക്ക് രാത്രിയായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുണ്ടാക്കും എന്നുള്ള ചിന്തയിലാണ് ഈ നിൽക്കുന്നത്. ആൻഡ് ഫൈനലി ഐ ഡിസൈഡ് ടു മേക്ക് എ സാൻഡ്വിച്ച് വിത്ത് എഗ്. കാരണം അത് മാത്രമേ ഇവിടെ ഇരിപ്പുള്ളൂ. വേറെ എന്തെങ്കിലുമൊക്കെ പോയി വാങ്ങാൻ എനിക്ക് വയ്യ. സോ വിത്ത് എഗ് ആൻഡ് ബ്രെഡ് നമുക്കൊരു തട്ടിക്കുട്ടി സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഫ്ലോപ്പ് ആവുമെന്നറിയില്ല, എന്തായാലും ഫ്ലോപ്പായാലും ഞാൻ കഴിക്കും. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ്. ഉണ്ടാക്കി വിജയിച്ചാൽ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം. സോ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം, അല്ലെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലോങ് ആയിപ്പോവും അല്ലേ. ഒരു ലുക്കില്ലെങ്കിലും എന്തോ ഭാഗ്യത്തിന് ഞാൻ വിചാരിച്ച പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാം, നല്ല രീതിക്ക് വിശപ്പും മാറാൻ നല്ല ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കലാപരിപാടി അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ഫ്രെയിമൊക്കെ വാങ്ങി പൈസ കളയുന്നേക്കാൾ നല്ലതാണ് ഈ ഒരു സാധനമൊക്കെ ചെയ്യുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാനിങ്ങനെ അതിശയിക്കുമായിരുന്നു, അമ്മയൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ കിടക്കുന്ന പാട് പറഞ്ഞു. കാരണം ഞാൻ കിടന്നിട്ട് എത്ര നേരം കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്തിട്ട് ഉറങ്ങുന്നതെന്നറിയോ. അപ്പോൾ
ഇപ്പോഴാണ് എനിക്ക് അത് ഇപ്പം ഞാൻ അത്ര പണിയൊന്നും എടുക്കുന്നില്ല, ആകെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് നല്ല ഉറക്കം വരും. ഇപ്പോഴാണ് എനിക്ക് ആ പച്ചയെ സത്യം വെച്ചത് പാവം എത്ര ക്ഷീണിച്ചിട്ടായിരുന്നു അങ്ങനെ ഇടന്ന് ഉറങ്ങുന്നത് എന്നുള്ളത്. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ലൈവായിട്ട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എന്താ ഈ വീഡിയോയിൽ മൊത്തം സംസാരമാണ്. എനിക്കറിയാം നല്ല രീതിക്ക് ബോറടിച്ചിട്ടുണ്ടാവുമെന്ന്. ബട്ട് എല്ലാം ശരിയായിരിക്കും. അപ്പോൾ എന്താ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ ഇന്നത്തെ പ്രശ്നം നിർത്തുന്നു. അപ്പോൾ ശരി, ബൈ ഗൈസ്.